പെട്ടെന്ന് കിട്ടാൻ ഈ ഹോട്ടലിൽ വന്നത്. അല്ലെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലിൽ പോവായിരുന്നു. അവിടുത്തെ ബില്ല് നിന്റെ അച്ഛൻ കൊടുക്കോ? എന്റെ അച്ഛൻ എന്ത് കൊടുക്കണം? നിന്റെ അനിയൻ നീ കൊടുക്കണം. അല്ല കുട്ട, എനിക്കൊന്നും പറയുന്നില്ലേ? തന്റെ തന്തയ്ക്ക് പറഞ്ഞാലാ മതിയാ? അതല്ല, കഴിക്കാനൊന്നും പറയുന്നില്ലേന്ന്. തനിക്ക് ഞാൻ മസാല ദോശ, നെയ്റോസ്റ്റ്, ഊത്തപ്പം, ഇഡലി, വട, പഴംപൊരി, പിന്നെ ചില്ലി ചിക്കൻ, ബട്ടർ ചിക്കൻ, നൂഡിൽസ്, ഗുലാബ് ജാം, ഐസ്ക്രീം, ഇതൊക്കെ മറ്റുള്ളവർ കഴിക്കുന്ന കാണിച്ചു തരാട്ടാ. എടോ, തനിക്ക് ഫുഡ് വാങ്ങിച്ചു തരാൻ താൻ ആരാ? എന്റെ അപ്പനാ. ആകെ ഒരു 100-2 ചില്ലറുണ്ട്. അവനവൻ ആത്മ ഫുഡിന് ആദരിക്കുന്നവാ അവനവൻ ബില്ല് കൊടുക്കണമെന്നാണല്ലോ തത്വശാസ്ത്രം. അവന്റെ ബാഗിൽ നല്ല യൂറോ ഇല്ലേ, അവനെടുത്ത് കൊടുക്കട്ടെ. അതവൻ തരില്ലല്ലോ. എന്നാ ബാഗും ചേർത്ത് ഈ ഒരു പിണ്ണൊക്കെ പണയം വെക്കാം. ചേട്ടാ, ഇവിടെ ഈ യൂറോ നേരെ ചെന്നിട്ട് വലത്തോട്ട് തിരിഞ്ഞാ യൂറിന്നല്ല, ഇവിടെ ഈ ജർമ്മൻ യൂറോ. ഓ, അയാള് 3-4 ദിവസം മുമ്പ് ഇവിടെ വന്നു പോയല്ലോ. ആ ജർമ്മൻകാരൻ ന്യൂറോ ഇല്ലേ, ഇവിടെ ഇടക്കിടക്ക് വരാറില്ല. അയാൾ ഇപ്പൊ എവിടെ ഉണ്ടാവും? അതെ, ചേട്ടനോട് ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല, എല്ലാം മാച്ചളഞ്ഞേക്ക്. ഞാൻ ഈ വഴിക്ക് വന്നിട്ടേ ഇല്ല. ഫോൺ റിംഗ് ചെയ്യാൻ കേട്ടില്ല. അത് അയാള് നിന്റെ ചെല്ലക്കടിച്ചില്ലേ, ആ സൗണ്ടിൽ കേക്കാഞ്ഞതാ. വന്നു. എടാ, നീ പേടിക്കണ്ട, നിങ്ങൾ കഴിച്ച ബെല്ല് വരുമ്പോഴേക്കും ഞാൻ എത്തുന്നേ. എന്ന് എന്തടാ, എന്നെ നിനക്ക് വിശ്വാസമില്ലേ? എനിക്ക് നിന്നെ വിശ്വാസം. അതാ ചോദിച്ചു, ഇവിടെ നിന്ന് ഇപ്പൊ പോയ ഏത് മാസം തിരിച്ചു വരുമോ? പോടാ അവിടെ. നീയേ അവന് വയറാഴ്ച ഫുഡ് വാങ്ങിച്ചു കൊടുക്ക്, പിന്നെ അയാൾക്ക് വാങ്ങിച്ചു കൊടുക്ക്, അല്ലെ അയാൾ നിന്നെ പിടിച്ചു കഴിക്കും. നീയും വെറുതെ ഇരിക്കണം, നീ കഴിക്ക്. ഇതാണ് അച്ഛൻ ഉറങ്ങാത്ത വീട്. ചന്ദ്ര, ബാമോനെ ബാ. ചന്ദ്രേട്ടൻ പൊറോട്ടയും ഇറച്ചിയൊക്കെ തിന്ന ക്ഷീണത്തിൽ അങ്ങനെ ഇരുന്നപ്പോ മയങ്ങിപ്പോയതാണ്. ആണോ? അപ്പൊ എല്ലാരും നന്നായിട്ട് ഭക്ഷണം കഴിച്ചു? കഴിച്ചതല്ല, കഴിപ്പിച്ചു. അതല്ലേ, ഞാനവിടെ വന്നിരുന്നു. അപ്പൊ അവര് പറഞ്ഞു നീ ബില്ലും പേ ചെയ്ത് നിങ്ങൾ എല്ലാരും കൂടി ഇപ്പൊ അങ്ങോട്ട് ഒരുമിച്ച് ഇറങ്ങിയുള്ളൂ. അവരങ്ങനെയും പറഞ്ഞു. എവിടെ നമ്മുടെ ഗസ്റ്റ്? അവന് ഫുഡൊക്കെ പിടിച്ചോ? നന്നായിട്ട് പിടിച്ചു. സമാധാനായി. അവൻ ഉറങ്ങിണ്ടാവുമല്ലേ? എന്തായാലും അവനൊന്ന് കണ്ടിട്ട് വരാം. കണ്ടാ, ഇതെന്താ ഇന്ത്യയുടെ ഭൂപടോ? അല്ലടാ, എന്റെ കൊടൽമാരുടെ ഫോട്ടോസ്റ്റാറ്റാ. എടാ, നിന്റെ അച്ഛൻ കളപ്പുരക്കൽ രാഘവമേനോനെ ആ കേശവൻ പറ്റിച്ചത് നന്നായി. ചന്ദ്ര, ഇല്ലെങ്കിൽ ആ രാഘവമേനോനെ സ്വന്തം മകനായ നീ പറ്റിക്കും. നീ അത് മടിക്കില്ല, വഞ്ചകനാ. ചന്ദ്ര, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ എങ്ങനെ പറഞ്ഞോടാ? ആത്മാർത്ഥ സുഹൃത്തിനെ കശാപ്പുശാലയിലേക്ക് തള്ളിവിട്ട ദുഷ്ടനാ. കശാപ്പുശാലയിലോ? ഞാൻ ഹോട്ടലിലാക്കിട്ടല്ലേ പോയത്. ആ ഹോട്ടലിൽ പിന്നീട് കശാപ്പുശാല ആയത് നീ അറിഞ്ഞില്ലല്ലേ? പോക്കറ്റിലുണ്ടായിരുന്ന 100 രൂപ പോലും തരാതെ പോയാ വഞ്ചകനാ നീ. ഞാൻ മുങ്ങിയൊന്നുമല്ല. നീ കണ്ടില്ലേ ഫോൺ വന്നത്? ഞാൻ പെട്ടെന്ന് വരാന്ന് വിചാരിച്ചു പോയത്. കൂടെ വരുമ്പോ കുറച്ച് കാശ് കൂടി കൊണ്ടുവരാന്ന് വിചാരിച്ചു. അപ്പൊ അതിനവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഒന്നും സംഭവിച്ചില്ലെന്നല്ലേ? ആ കഴുത്തില് ബാഗ് ഏറ്റി തൂക്കിട്ടാ നിന്റെ അനിയന്റെ കാരണം അവിടെ ഒരു ജാലിയും ബേലാബാഗാ നടന്നത്. ശരിക്കുള്ള ജാലിയും ബേലാബാഗിൽ തോക്കുകളാണ് കഥ പറഞ്ഞതെങ്കിൽ ഇവിടെ വില്ലുകൾ കഥ പറയും. ഗ്ലാസ് 500, പ്ലേറ്റ് 500, ചില്ല് 3000, ആകെ 8000. എന്തത് 8000? നിനക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലേ കുഞ്ഞപ്പേട്ടൻ കൊടുത്തോളും. കുഞ്ഞപ്പേട്ടനാ? എങ്ങനെ? ഹോട്ടലിൽ ഉഴുന്നാട്ടി. അപ്പോ അപ്പത്തിന് മാത്രമല്ല, ദോശക്കും മിഡ്ലിക്കും പുട്ടിനും പഴത്തിനും ഒക്കെ വരും. അപ്പോ അല്ല, അപ്പോൾ കണ്ണിച്ചോരില്ലാത്ത ദുഷ്ട. വയസ്സും പ്രായമായ പാവത്തിനാണോടാ ഉൾനാട്ടം വിട്ടത്? പിന്നെ ഇത്ര ആരോഗ്യമുള്ള നീ ഇങ്ങനെ നിൽക്കുമ്പോ ഞാനിങ്ങനെ നിക്കല്ലായിരുന്നു. ആൾക്കാർ ഇടിച്ച് ബോധം കെട്ട് കെടുക്കായിരുന്നു. പാവം കുഞ്ഞപ്പേട്ടൻ. ഇപ്പൊ അതിന് വായില് പല്ലില്ലെന്നേ ഉള്ളൂ. ഇനി ഉഴുന്നാട്ടി എല്ലാം കൂടി പോവല്ലോ. ഇനി 8000 രൂപ ഞാൻ എവിടെ നിന്നുണ്ടാക്കി ഈശ്വര അയാൾ ഇറക്കാൻ? ആ സമയത്ത് മുങ്ങണ്ടായിരുന്നു. അവൻ വന്ന സമയത്ത് ഇതാണ് ഗതിയെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ഗതി എന്താവോ എന്റെ ഈശ്വര. 8000 രൂപയ്ക്ക് ഞാരെ കൊല്ലും. അങ്ങനെ എല്ലാവരും കൊല്ലണ്ട. കൊല്ലാനുള്ള ഒരുത്തനെ ബാഗില് യൂറോ നിറച്ച് പ്ലെയിനിൽ കയറ്റി ദൈവം ജർമ്മനിൽ നിന്ന് വിട്ടിട്ടില്ലേ? ഒന്നുകൂടി ശ്രമിച്ചാലോ? ശരിയാ, ട്രൈ ടു ഗെറ്റ് എ ഫസ്റ്റ് ക്ലാസ് എന്നുള്ള ചൊല്ലി. അവൻ ഉറങ്ങന്നല്ലേ? നീ എന്താണ് ഇങ്ങനെ പേടിക്കണത്? അല്ല, സ്വയം ഡെഡ് ബോഡി ആവാൻ ആർക്കായാലും പേടിയുണ്ടാവും. നീയല്ലേ പറഞ്ഞു ഉറങ്ങുന്നു? എന്നിട്ട് ഫുഡ് ഇത് ഞാൻ നേരത്തെ കേട്ടാണ്. അപ്പൊ ഞാൻ വെച്ച് കൂർക്കം വലിക്കാനാണ്. ഫുഡ് ഇവൻ വൈകുന്നേരമല്ലേ ഫുഡ് കഴിച്ചത്? അതിന് രാത്രി ഫുഡ് കഴിക്കണ്ടാ. നമുക്കൊരു കാര്യം ചെയ്താലോ? ഒരു പാത്രത്തില് കുറച്ച് ശർക്കരയും കുറച്ച് തേങ്ങയും 2 ചട്ടി സിമന്റോട് കലക്കിട്ട് പായസം എന്ന് പറഞ്ഞ് കുടിപ്പിച്ചാലോ? അന്നനാളെ ഉണങ്ങി കോൺക്രീറ്റ് പോലെയാവും. പിന്നെ ഇടക്കിടക്ക് നനച്ചു കൊടുത്തത് ഒരു ഉറപ്പിന്. പിന്നെ വിഷമിന്റെ പ്രശ്നം ഉണ്ടാവില്ല. എടാ, അവന്റെ യൂറ് എങ്ങനെ എടുക്കും? ഇപ്പൊ യൂറ് എടുക്കാൻ ചെന്നാലേ നമ്മൾ രണ്ടിനെയും കൂടി അവൻ പിടിച്ച്